വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന്റെ ബ്ലഡ് പ്രഷറിൽ വലിയ വേരിയേഷൻ രാവിലെ മുതൽ തന്നെ കണ്ടിരുന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിക്കുകയാണ്. അതീവ ഗുരുതരമായ സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറുന്നു എന്നാണ് ആശുപത്രി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. കഴിഞ്ഞ ഒരു മാസത്തോളമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനിലയിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറെ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എന്താണ് അവിടുത്തെ സാഹചര്യം? മുഖ്യമന്ത്രി വന്ന് മടങ്ങിയോ? ജൂൺ 23-നാണ് വി.എസ്. അച്യുതാനന്ദനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മന്ത്രി കെ.എൻ. ബാലഗോപാൽ അടക്കമുള്ളവരിലേക്ക് എത്തുകയാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോരുത്തരായി ആശുപത്രിയിലേക്ക് എത്തുന്നു. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം വളരെ കുറഞ്ഞിരുന്നു. അതാണ് ഒരു ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് പോയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വി.എസിന്റെ കുടുംബാംഗങ്ങളുമായും ഡോക്ടർമാരുമായും സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എസ് രാമചന്ദ്രൻപിള്ള, CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ എസ് രാമചന്ദ്രൻപിള്ള ഇവിടേക്ക് വി.എസിനെ കാണാനായി എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറി വി ജോയ് അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വി.എസ് കുടുംബാംഗങ്ങൾ നേരത്തെ മുഴുവൻ സമയവും ഇവിടെ ഉണ്ട്. ഏതാണ്ട് കൃത്യം ഒരു മാസമാകുന്നു. അതായത് നാളെ 22-ആണ്. കഴിഞ്ഞ ജൂൺ 23-നാണ് വി.എസിനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോൾ മുതൽ ആരോഗ്യനില ഏറിയും കുറഞ്ഞും മെച്ചപ്പെട്ടും മോശമായും ഒക്കെ നിൽക്കുകയാണ്. ഇപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് വി.എസിന്റെ ആരോഗ്യനില മാറുകയാണ്. അത്യന്തം ഗൗരവമുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം പോവുകയാണ്. അത്യന്തം ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് വി.എസിന്റെ ആരോഗ്യസ്ഥിതി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം നേതാക്കൾ ഇവിടേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തവണ അദ്ദേഹത്തെ വന്ന് കണ്ട് സന്ദർശിച്ച് മടങ്ങിയതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം കൃത്യമായ വിവരം അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹവും ഡോക്ടർമാരെ നേരിൽ കണ്ട് സംസാരിക്കാൻ എത്തുകയാണ്. വി.എസിന്റെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം ചർച്ച നടത്തുകയാണ്. വി.എസിന്റെ സ്റ്റാഫ് അംഗങ്ങൾ നേരത്തെയൊക്കെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുമുണ്ട്. അത്യന്തം ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ജനകീയ നേതാവായ വി.എസിന്റെ ആരോഗ്യസ്ഥിതി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ഇപ്പോഴും ആശുപത്രിക്കുള്ളിൽ തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അവിടെയുണ്ട്. അല്പസമയം മുമ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. നമുക്കറിയാം, വി.എസ് അത്രയേറെ ജനകീയനായ, അത്രയേറെ രാഷ്ട്രീയ അനുഭവ പരിജ്ഞാനം ഉള്ള നേതാവാണ്. വി.എസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഓരോ നിമിഷവും കേരള ജനങ്ങൾ ആ രീതിയിൽ ആശങ്കാജനകമായ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ തീർത്തും മോശമായ അവസ്ഥയിലേക്ക് വി.എസിന്റെ ആരോഗ്യം മാറുകയാണ്. MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഒരുപക്ഷെ അല്പസമയത്തിനകം പുറത്തേക്ക് വന്നേക്കുമെന്ന സൂചനകളുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിലെ ഡോക്ടർമാരുമായൊക്കെ ചർച്ച നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി ഇവിടേക്ക് വരാൻ പോകുന്നത്. ഇപ്പോഴും അദ്ദേഹം ആശുപത്രിക്കുള്ളിൽ തന്നെയാണ് ഉള്ളത്. വി.എസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായ വിവരം ഇന്ന് രാവിലെയും മെഡിക്കൽ ബോർഡ് എല്ലാ ദിവസവും മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട്. ആരോഗ്യസ്ഥിതി ഓരോ ദിവസവും ചിലപ്പോഴൊക്കെ മെച്ചപ്പെട്ടു. വി.എസ് ഒരുപക്ഷെ ഇവിടെ നിന്ന് ആരോഗ്യവാനായി തന്നെ തിരികെ വീട്ടിലേക്ക് മടങ്ങും എന്ന ഒരു സൂചനകൾ വന്നതാണ്. പക്ഷേ അത് ഉണ്ടായില്ല. 2019-ലാണ് വി.എസ് പക്ഷാഘാതം ഉണ്ടാകുന്നത്. ആ പക്ഷാഘാതമാണ് അദ്ദേഹത്തിന്റെ ചിട്ടയായ ആരോഗ്യ ജീവിതത്തെ മാറ്റിമറിച്ചത്. അതിനുശേഷം അദ്ദേഹം ഒരു ഘട്ടത്തിലും പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. 2019 ഒക്ടോബർ 19-നാണ് അദ്ദേഹം അവസാനമായ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. 19-ന് അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നു. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്തിനു വേണ്ടി നന്ദൻകോട് നടന്ന പരിപാടിയിൽ അദ്ദേഹം അവസാനമായി പൊതുപരിപാടി പ്രസംഗിച്ചതിനു ശേഷം 22-ാം തീയതി അദ്ദേഹം പുന്നപ്ര രക്തസാക്ഷി വാർഷികത്തിന് പുന്നപ്ര സമരത്തിനു ശേഷം എല്ലാ വർഷവും വി.എസ് തന്നെയാണ് ആ അനുസ്മരണ പരിപാടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം ഈ 2019-ലും ആ പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ വീട്ടിലെത്തുമ്പോഴാണ് വി.എസിന് കടുത്ത പക്ഷാഘാതം ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ട് വി.എസ് ഏറെക്കുറെ പൂർണ്ണമായും വിശ്രമത്തിനായി മാറി. അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു. അതിനിടയിൽ അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. പിന്നീട് വി.എസ് കേരളം എപ്പോഴും കണ്ട ഏറ്റവും ഉത്സാഹത്തോടുകൂടി എല്ലാ വിഷയങ്ങളിലും ഏറ്റവും ആദ്യം ഇടപെടുന്ന, പ്രതികരിക്കുന്ന, പ്രത്യേകിച്ച് ജനകീയ വിഷയങ്ങളെ ആ വിഷയങ്ങൾക്ക് ആദ്യം മുന്നിട്ടിറങ്ങുന്ന വി.എസ് അച്യുതാനന്ദൻ നേതാവിന്റെ പഴയ ഇടപെടൽ പിന്നീട് ഒരിക്കലും കേരളം കണ്ടിട്ടില്ല. അവിടെ നിന്നാണ് പിന്നീട് ഈ കഴിഞ്ഞ മാസം
23-ാം തീയതി പലതവണ ഇതിന്റെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ അദ്ദേഹം തിരിച്ചു വന്നു. പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് പോലും അദ്ദേഹം വീട്ടിൽ ആരോഗ്യ മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം വീട്ടിൽ തുടരുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 23-ന് രാവിലെ 9 മണിയോടുകൂടിയാണ് കടുത്ത ഹൃദയാഘാതം VS-ന് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഡോക്ടർമാർ പ്രാഥമിക ചികിത്സ നൽകി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഡോക്ടർമാർ പ്രാഥമിക ചികിത്സ നൽകി പട്ടം SUT ആശുപത്രിയിൽ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അതീവ ഗുരുതരമായിരുന്നു VS-ന്റെ അവസ്ഥ ഓരോ ദിവസവും. പക്ഷേ അത് പലപ്പോഴും ഏറിയും കുറഞ്ഞു വരുന്നു. ചിലപ്പോഴൊക്കെ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് VS ജീവിതത്തിൽ തിരിച്ചു വരുന്ന ലക്ഷണങ്ങൾ കാണിച്ചു. ഒരു തരത്തിലും മരുന്നുകളോട് ഈ പ്രായത്തിൽ 102 വയസ്സാണ് ഈ മാസങ്ങൾക്കപ്പുറം ആഴ്ചകൾക്കപ്പുറം VS-ന് ആകാൻ പോകുന്നത്. 102 വയസ്സെത്തുന്ന ഒരാൾ ഒരു കാരണവശാലും മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഒരിക്കലും ആ രീതിയിൽ തിരിച്ചു വരുന്ന ലക്ഷണങ്ങൾ VS പലപ്പോഴും കാണിച്ചപ്പോൾ ഒരു മെഡിക്കൽ അത്ഭുതമായി തന്നെ ഡോക്ടർമാർ കണ്ടു. അദ്ദേഹത്തെ ഈ 23-ാം തീയതി വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ നൽകിയ CPR തന്നെ അത്രയധികം സമയം ഒരു രോഗിക്കും ഈ പ്രത്യേകിച്ച് ഈ പ്രായ രോഗിക്ക് CPR നൽകാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അതെല്ലാം VS അതിജീവിച്ച് ചികിത്സയോട് വളരെ പോസിറ്റീവായി VS പ്രതികരിച്ചിരുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്ന ശരീരം തന്നെ ഡോക്ടർമാർക്ക് ഒരു ഘട്ടത്തിൽ അത്ഭുതമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത്ര സന്തോഷകരമല്ലാത്ത ഒരു വാർത്ത തന്നെയാണ് ഇവിടെ നിന്ന് വരുന്നത്. VS-ന്റെ ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം മോശമായിരിക്കുന്നു. ഈ 102-ാം വയസ്സിൽ എത്രത്തോളം VS തിരിച്ചു വരുമെന്ന കാര്യമാണ് സംശയമുള്ളത്. ഏതായാലും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്. മന്ത്രിമാരും CPM സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളും ജില്ലാ സെക്രട്ടറി V ജോയി MLA അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. VS-നൊപ്പം ഉണ്ടായിരുന്ന നേരത്തെ പല കാലങ്ങളിൽ VS-നൊപ്പം ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഏതായാലും വളരെ ആശങ്കാജനകമായ അവസ്ഥയിലൂടെ കേരളത്തിന്റെ ജനകീയ നേതാവിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷക എല്ലാ ശ്രമങ്ങളും ആശുപത്രി അധികൃതർ നടത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഒരു മെഡിക്കൽ ബോർഡായി തന്നെ ചേർന്ന ഈ VS-ന്റെ ചികിത്സാസ്ഥിതി വിലയിരുത്തിയിരുന്നു. അവരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഈ SUT ആശുപത്രി ഡോക്ടർമാർ അദ്ദേഹത്തിന് ചികിത്സ നൽകി പോകുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ചികിത്സാ രീതികളും അത്രത്തോളം ഗുണം ചെയ്തു സംശയം ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ പ്രായത്തിൽ എങ്ങനെ VS തിരിച്ചു വരുമെന്ന ചോദ്യങ്ങൾ ശക്തമായി ഉയരുകയാണ്. ഇപ്പോഴും VS-ന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. സർക്കാർ കേന്ദ്രങ്ങൾ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ. S രാമേന്ദ്രൻ പിള്ളയെ പോലുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹം നേരത്തെ ഇവിടെ VS-നെ കാണാൻ എത്തിയിരുന്ന ആളുകളല്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൃത്യമായി മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ഏതാണ്ട് ഒരു മാസമാകുന്നു VS ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയിട്ട്. കഴിഞ്ഞ ജൂൺ 23-ാം തീയതി രാവിലെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമമാണ് ഡോക്ടർമാരുടെ സംഘം നടന്നത്. ഇപ്പോഴും അത് തുടരുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. അതീവ ഗുരുതരമായ അവസ്ഥയിലാണ്. പക്ഷേ VS-ന്റെ ആരോഗ്യനില ഇപ്പോൾ അത്യന്തം ആശങ്കാജനകമായ അവസ്ഥയിലാണ് VS-ന്റെ ആരോഗ്യനില ഇപ്പോൾ. സജിത്.